എല്ലാ ദിവസവും രാവിലെ 4 മണിക്കായിരുന്നു ഞാൻ എണീറ്റുകൊണ്ടിരുന്നത്. കാരണം മോൻ സ്കൂളിൽ പോകുന്നതുകൊണ്ട്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണിയൊക്കെ തീരുമായിരുന്നു. ഇപ്പം ഞാൻ എണീക്കുന്നത് 4:30 5 മണിയൊക്കെ ആകുമ്പോഴാട്ടോ. 5 മണിക്ക് എണീറ്റാലും ഞാൻ യോഗയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 6 മണിയായപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്. 5:45 ഇപ്പോൾ സമയം. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല പ്രകാശമൊക്കെ വീണു. രാവിലെ എനിക്ക് പുറത്തേക്കുള്ള ബൾബ് ഇട്ടിട്ടുണ്ടെങ്കിലുള്ള ഈ തേനീച്ച എല്ലാം കൂടെ വരും. അപ്പോൾ പിന്നെ ഭയങ്കര പാടാണ്. അതിങ്ങനെ ലൈറ്റേ വന്ന് ഇങ്ങനെ കൂടിയിരിക്കും എല്ലാം കൂടെ. പിന്നെ പോകണമെങ്കിൽ നന്നായിട്ട് വെളിച്ചം വന്നാലേ അത് പോകത്തുള്ളൂ. പിന്നെ എന്നാൽ മിറ്റം അടിച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. കുഞ്ഞു ഇലകളാണ്. അപ്പടി മരത്തിൻ്റെ ഇല പൊഴിയുന്ന സമയമല്ലേ ഇപ്പം. അതുകൊണ്ട് അപ്പടി ഇലയാണ്. അതെല്ലാം ഒന്ന് അടിച്ചു വാരി കളഞ്ഞ ഒരു എക്സസൈസും കൂടെയാണ് അല്ലേ. കുനിഞ്ഞ് നിന്ന് മിറ്റം അടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സ്ത്രീകൾക്ക് വയറ് കുറയുമെന്നാട്ടോ പറയുന്നത്. അതുകൊണ്ട് കുനിഞ്ഞ് നിന്ന് അടിക്കണം. ഞാൻ ചില സമയം കുനിഞ്ഞ് നിന്ന് അടിക്കും. പിന്നെ വീടിൻ്റെ പുറകുവശത്ത് ഒരു ഷട്ടിൽ കോർട്ടുണ്ട്. അതാ കാണുന്നത്, അങ്ങേയറ്റത്ത് കാണുന്നത്. അപ്പം അത് ഒക്കെ കൂടെ അടിച്ചു വരുമ്പോഴത്തേനുണ്ടല്ലോ എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂർ എടുക്കും മിറ്റടി തന്നെ. അത്രയും ഉണ്ട് മിറ്റം. വലിയ മിറ്റങ്ങളാണ് വീടിന് ചുറ്റുമുണ്ട്. പിന്നെ അതൊരു ഐശ്വര്യമല്ലേ അല്ലേ. വീട്ടിൽ ഇങ്ങനെ മിറ്റവും നല്ല ഭംഗിക്ക് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു നല്ല രസമാണ് അല്ലേ. ഞാൻ മുറ്റത്ത് ഒരു ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കാറില്ല കേട്ടോ. മുറ്റം ഇങ്ങനെ തുറസായിട്ട് ഇട്ടേക്കുക. എനിക്കിഷ്ടം അതാണ്. കാരണം നല്ല രസമല്ലേ മുറ്റം ചുമ്മാതെ കിടക്കണ കാണാൻ. ചെടിയൊക്കെ ആയിട്ട് കിടക്കുമ്പം ഒരു പാടാണ്. കുറച്ച് ചെടികൾ ഒരു ചെത്തി അങ്ങനെയൊക്കെ ഉള്ളത് മതിലിന് പുറത്തായിട്ട് നിന്ന് മുറ്റത്തേക്ക് നിൽക്കാൻ പാകത്തിനേ ഞാൻ നട്ടിട്ടുള്ളൂ. അല്ലാണ്ട് മുറ്റത്തിൻ്റെ അകത്തൊന്നും നട്ടിട്ടില്ല. പിന്നെ റംബുട്ടാനൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും അടിച്ചു വാരിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു വൃത്തി, ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടല്ലേ. പെട്ടെന്ന് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഒരു പ്രത്യേക ഐശ്വര്യമല്ലേ. ഇപ്പോൾ സ്ത്രീകളുള്ള വീടിന് കാണാനും കേൾക്കാനും ആ പെൺകുട്ടികളൊക്കെയുള്ള വീട്ടിൽ കൂടെയൊക്കെ ഒരു പ്രത്യേക ഐശ്വര്യം. ആൺപിള്ളേരുള്ളേക്കായാലും നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ. പക്ഷേ എനിക്കുണ്ടായിരിക്കുന്ന 2 ആൺകുട്ടികളാട്ടോ. പെൺപിള്ളേരെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ കൊണ്ടു നടക്കാൻ നല്ല ഭംഗിയല്ലേ ഇല്ലേ. പിന്നെ ഞാൻ ഇത് ഗേറ്റിൻ്റെ അവിടെയാണ്. അവിടെ ഒരു തേക്കുമരം നിൽപ്പുണ്ട്. അതേ നില ഇങ്ങനെ എല്ലാം കൂടെ പൊഴിഞ്ഞ് താഴത്തോട്ട് ചാടിക്കൊണ്ടിരിക്കും. എന്നും ഉണ്ട് ഒരു ലോഡ് ഇല. ഞാൻ എന്നിട്ടിപ്പോൾ ഒരു സൈഡിൽ കൊണ്ട് കൂട്ടി വെച്ചിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അങ്ങ് കത്തിച്ച് കളയുകയാണ് ചെയ്യണം. അല്ലാതെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്തൊരു പറമ്പിൽ ഒരു വീട്ടുകാർ ഇങ്ങനെ കരിയില കത്തിച്ചതാണ്. അടുത്ത പറമ്പിലേക്ക് തീ പിടിച്ച് ഫയർ എഞ്ചിൻ വന്നാണ് തീ കെടുത്തിയത്. ഇലക്ട്രിസിറ്റി ബോർഡുകാരും ഇങ്ങനെ ലൈൻ കമ്പിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര വലിയ തീയായിരുന്നു. നമുക്കിവിടെ നിന്നാൽ കാണാമായിരുന്നു. വലിയ തേക്കൊക്കെ നിന്ന് കത്തണ കാണാമായിരുന്നു. ഒരു ചെറിയൊരു മലയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അങ്ങനെ മിറ്റടി എൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് കുറച്ച് പരിപാടികൾ വേറെയുണ്ട്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാമോദിസയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേ. അപ്പം അതിനൊന്ന് പോകണം. ഞാനും മോനും കൂടെ ഉച്ചയാകുമ്പോൾ അങ്ങോട്ടൊന്ന് പോകണം എന്ന് ഓർത്തുകൊണ്ടായിരിക്കണേ. അതിനൊന്ന് പോകണം. പിന്നെ പാല് വന്നിട്ടുണ്ട്. പാലെടുത്തുകൊണ്ട് ആദ്യമേ ഒരു ചായയൊക്കെ ഉണ്ടാക്കിയേക്കാം എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയാകുമ്പോൾ ഞങ്ങൾ പോവുകയാണല്ലോ. പിന്നെ വൈകുന്നേരത്തേനുള്ളത് രാവിലത്തെ തന്നെ ചോറ് ഇരിപ്പുണ്ട് ഇച്ചിര. പിന്നെ അവനൊരു മുട്ടയൊക്കെ പൊരിച്ചും തൈരും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ അവന് ധാരാളം മതി. ഇതെൻ്റെ മുറ്റത്തുള്ള പൂവാണേ. ഇത് മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൂവാണ്. ഇതൊക്കെ കുറച്ച് പൂച്ചെടി. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കാശ് കൊടുത്തൊന്നും അങ്ങനെ പൂച്ചെടികളൊന്നും മേടിച്ച് വെക്കാറില്ല. എവിടെയെങ്കിലും കമ്പുകളൊക്കെ കിട്ടുവാണെങ്കിൽ കൊണ്ട് വയ്ക്കും, അത്രമാത്രം. ഒത്തിരി ഒന്നും ചെടികളൊന്നുമില്ല കേട്ടോ. അധികം പച്ചക്കറികളൊക്കെ ആയിരുന്നു നടന്നത്. ഇപ്പോൾ പച്ചക്കറിയും കൃഷിയും കുറവാണ്. ഇത് ഓർക്കിഡാട്ടോ. ഒരു പ്രാവിൻ്റെ ഷേപ്പുള്ള ഒരു ഓർക്കിഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പൂ കാണാൻ വേണ്ടി. നോക്കി പ്രാവിൻ്റെ ചിറകും വാലും തലയൊക്കെ പോലെ തോന്നും ഇത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ. അതും കുറേ നാളായിട്ട് അവിടെയുള്ള. ഇത് അമ്പഴങ്ങയാണ്. അമ്പഴം പൂത്തിട്ടുണ്ട്, നിറച്ച് പൂത്ത് കിടക്കുക. കായ ഉണ്ടായില്ല. അമ്പഴങ്ങ ഒരു പ്രാവശ്യം പറിച്ച് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അമ്പഴങ്ങ ഒന്ന് വാടിയ ശേഷം അച്ചാറിടുന്നതല്ല. പിന്നെ മാവ് പൂത്തിട്ടുണ്ട്. ഈ മാവ് ഇപ്രാവശ്യം താമസിച്ചാണ് പൂത്തേക്കുന്നത്. എല്ലാ പ്രാവശ്യം നേരത്തെ ഈ സമയമാകുമ്പോൾ കായൊക്കെ ആവുന്നതായിരുന്നു. ഇപ്രാവശ്യം എന്നാണോ താമസിച്ചു പോയി. ഇത് കനകാമ്പരം എന്ന് പറയുന്ന പൂച്ചെടിയില്ലേ. പണ്ടൊക്കെ തമിഴ്നാട്ട് ഭാഗത്തൊക്കെ ഉള്ളൊരു ചെടിയാണ് ഇത് ഇല്ലേ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമായിരുന്നു ഈ പൂവ്, കനകാമ്പരപ്പൂവ്. നമ്മളിങ്ങനെ മാല കെട്ടി തലയിലൊക്കെ വെക്കില്ലായിരുന്നു. കനകാമ്പരവും മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ കൂടെ കൂട്ടിക്കെട്ടിയൊക്കെ വെച്ച് ഇല്ലേ. ഇതൊരു തരം ചെത്തിപ്പൂവാണ്. കുഞ്ഞു പൂവാട്ടോ ഈ ചെത്തിയുടെ. ഇവിടെ ചെത്തിപ്പൂ പറിക്കാനൊക്കെ ആൾ വരാറുണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്തൊരു ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടുന്ന് ആൾക്കാർ ചെത്തിപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് വരും. ഒരു ചേട്ടൻ സ്ഥിരം വരുന്നുണ്ട് സൈക്കിളിൽ. ഇത് മന്ദാരമാണ്. മന്ദാരം കൃഷ്ണന് ഭയങ്കര ഇഷ്ടമുള്ള പൂവല്ലേ. അപ്പം മന്ദാരപ്പൂ
ചെറിയ തയ്യ എങ്കിലും 2-3-4 പൂ എന്നും കാണും അത്തേൽ. അത് ഞാൻ പറിച്ചുകൊണ്ട് പോയി ഭഗവാന് വെക്കും. പിന്നെ ഈ ചെത്തിയുടെ പൂവും പറിച്ചുകൊണ്ട് പോകാൻ വരും. ആ കാവിൽ നിന്ന് ആ ചേട്ടൻ വരാറുണ്ട്. പിന്നെ ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ കെട്ടുനിറയുടെ സമയമൊക്കെ ഉള്ളപ്പോൾ ചെത്തിപ്പൂ പറിക്കാൻ വരും. അങ്ങനെ ഈ ചെത്തിപ്പൂ കുറേ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ വരും. അപ്പോഴത്തേനും ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി അല്ലേ പ്രാർത്ഥന കഴിയുമ്പോഴത്തേനും. എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് എന്നാൽ അടുക്കളയിലേക്ക് കയറിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം മുടി എല്ലാം കൂടെ പറഞ്ഞിനി ഭക്ഷണത്തിലൊന്നും ചാടണ്ട എന്ന് വിചാരിച്ച്. അല്ലേലും ഇടയ്ക്കിടയ്ക്ക് ഓരോ മുടിയൊക്കെ കിടക്കണ കാണാം. മുടി പൊഴിഞ്ഞ പുടി പോവാന്നേ. ഒത്തിരി മുടിയൊന്നും ഇല്ല, എന്നാലും പണ്ടൊത്തിരി മുടി ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം പോയതാ. പിന്നെ പാല് തിളപ്പിച്ചേക്കാം, ഒരു ചായയിലങ്ങ് തുടങ്ങിയേക്കാം പരിപാടികൾ എന്നോർത്തുണ്ട്. എനിക്ക് ചായ ഇപ്പം നിർബന്ധമായി. ഞാൻ ഇടയ്ക്ക് നിർത്തിയതായിരുന്നു. ചിലപ്പോൾ ഞാൻ ഓർത്തും കട്ടൻ ചായ ആക്കിയാലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് എന്തോ കട്ടൻ ചായ കുടിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നു. അപ്പോൾ പിന്നെ രാവിലെ ആ പാൽ ചായ തന്നെ. ഇതൊക്കെ വേറെ ദുശീലങ്ങളാണ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഓരോന്നിനും അഡിക്റ്റ് ആവുമല്ലേ അല്ലേ. അല്ലാണ്ട് എന്നാ പറയണേ, ഇതൊക്കെ ഒരു അഡിഷനാണ്. ഞാൻ എന്നിട്ട് ആദ്യമൊക്കെ ഞാൻ പാൽ ചായയും വേണ്ട കട്ടൻ ചായയും വേണ്ട എന്ന് ഓർത്തുകൊണ്ട് കുറേ നാൾ അങ്ങനെയൊക്കെ ശീലിച്ച് വരുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ ഒരു ചായ കുടിക്കും. അതോടുകൂടി വീണ്ടും തുടങ്ങും ചായ കുടി. അല്ലാണ്ട് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. പിന്നെ മോനാണേലും ചായ കുടിക്കില്ല, അവന് ഇഷ്ടമല്ല ചായ കുടിക്കുന്നത്. അത് പിന്നെ ഞാനും ചേട്ടനും മാത്രമേ ചായ കുടിക്കുള്ളൂ. ചേട്ടൻ പിന്നെ പല ദിവസവും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ മാത്രമായി. അപ്പം എനിക്കൊരു ചായ ഉണ്ടാക്കി ഞാൻ കുടിക്കും. ഞാനവിടെ നിന്നങ്ങ് കുടിക്കും. അത് എന്നുമുള്ള പരിപാടി ഇതൊക്കെയാണ്. വേണ്ടാത്ത ശീലം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീടൊക്കെ നല്ല അടുക്കളയൊക്കെ നല്ല വൃത്തിക്ക് കിടക്കുമ്പോൾ ഉണ്ടല്ലോ പണിയാനൊരു ഉത്സാഹം അല്ലേ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നല്ല വൃത്തിക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് വാരിയിട്ടിട്ട് ഞാൻ രാത്രിയിൽ എല്ലാ പാത്രമൊക്കെ കമത്തി വെച്ച് ഒക്കെയാണ് പോയി കിടന്നുറങ്ങുന്നത്. എന്നാൽ പിന്നെ രാവിലെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എളുപ്പമായിരിക്കും ഓരോ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ എൻ്റെ രാവിലെ എൻ്റെ ഉച്ച കഴിയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരണ്ട, രാവിലെ വന്നാൽ മതി, ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇച്ചിരി കഴിയുമ്പോൾ വരുമായിരിക്കും. എൻ്റെ അടുത്തുള്ള തൊട്ടടുത്തെന്ന് പറയാൻ ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം ഞാൻ അവളെയും പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവൾക്കും ഒരു ചായ കൊടുക്കണം. എപ്പോഴാണ് വന്നതെന്നൊന്നും അറിയത്തില്ല. എന്നാലും പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് നമ്മൾ തലേ ദിവസം തന്നെ എന്താ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്ത് എളുപ്പമുണ്ട് ഇല്ലേ. ഞാൻ എന്താ നമ്മൾ സാധാരണ ഉണ്ടാക്കണത്, ദോശ, അപ്പം, ചപ്പാത്തി, പുട്ട്, ഉപ്പുമാവ്, ഇതൊക്കെയല്ലേ ഉണ്ടാക്കണുള്ളൂ അല്ലേ. ഒരു ചായ ഉണ്ടാക്കും, പിന്നെ മുട്ടക്കറി, സാമ്പാർ, ചമ്മന്തി, ഇതൊക്കെയല്ലേ ഉള്ളൂ അല്ലേ. വേറെ എന്നാ ഉള്ളത്. കുറച്ച് പഴം പുഴുങ്ങും. ഞാനങ്ങനെ വലിയ കറികളും വലിയ ഇതൊന്നും ഉണ്ടാക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കൊച്ചു കറികൾ കുറച്ചേ ഉണ്ടാക്കുള്ളൂ, അല്ലാണ്ട് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇറച്ചി മീനിനോടൊന്നും ഇവിടെ നിർബന്ധമുള്ളവരൊന്നുമില്ല. ആ മോന് ചിക്കനൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ. ഇഷ്ടമാണ്, അത് അവനിഷ്ടമാണ്. പക്ഷേ ചേട്ടൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പാടാം അല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോ ഉണ്ടാക്കണ്ട എന്ന് പറയും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ തേങ്ങാവെള്ളം കളയരുത് കേട്ടോ. ചിലർ ഞാൻ കാണിക്കുന്നുണ്ട് തേങ്ങാവെള്ളം പുറത്തേക്ക് അങ്ങ് കളഞ്ഞേക്കും, ഉപയോഗിക്കില്ല. ഈ തേങ്ങാവെള്ളത്തിന് ഒത്തിരി ഗുണമുള്ള സാധനമാണ്. അത് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ഒത്തിരി നല്ലതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് തവള മുള്ളാത്ത ഒരേ ഒരു വെള്ളം എന്ന് പറയുന്നത് തേങ്ങാവെള്ളം മാത്രമാണെന്ന് കേട്ടിട്ടുണ്ട്. അതൊത്തിരി സേഫായിട്ടല്ലേ അത് തേങ്ങാവെള്ളം ഇരിക്കണേ. ഒത്തിരി ഗുണങ്ങളുമുണ്ട്. തേങ്ങാവെള്ളം ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ടേ ചെടികൾക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് ഇലയൊക്കെ നല്ല കൊഴുത്ത് വളരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗുണമൊന്ന് ഓർത്ത് നോക്കിയേ. ഒട്ടും കളയാണ്ട് നിങ്ങൾ എടുത്ത് കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ. തേങ്ങാവെള്ളമൊക്കെ അതൊക്കെ നല്ല സാധനമല്ലേ, ഒരു കെമിക്കലും ഇല്ലാത്ത സാധനമാണ്. പക്ഷേ ഇപ്പോൾ കരിക്കിനകത്തൊക്കെ കെമിക്കലുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെയാണോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കരിക്കുകളൊക്കെ മരുന്നടിച്ചിട്ട് കരിക്കുണ്ടാക്കണേന്നൊക്കെ പറയുന്നത് കേട്ടു. നേരാണോ അതൊന്നും അറിയത്തില്ല കേട്ടോ, ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. തേങ്ങാവെള്ളമൊക്കെ കുടിച്ചിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ചായ കുടിക്കുന്നത്. ആ കൂടെ തന്നെയൊന്നും പുറകെ തന്നെയൊന്നും ഞാൻ ചായ കുടിച്ചില്ല. ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് ആസ്വദിച്ച് നിന്ന് ചായയൊക്കെ കുടിച്ചേക്കാമെന്ന് വെച്ചു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയും ചമ്മന്തിയാട്ടോ. എന്നാൽ ചമ്മന്തിക്ക് ആദ്യം അരച്ചേക്കാം എന്നോർത്തു. ഞാൻ സാധാരണ നിങ്ങൾ ചമ്മന്തി അരയ്ക്കുമ്പം ഇഞ്ചിയും പച്ചമുളകും ഒരു ചുമന്നുള്ളിയും ഉപ്പും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. ഞാൻ അങ്ങനെയാട്ടോ അരയ്ക്കുന്നത്. പക്ഷേ ഞാൻ ചില ദിവസം ചമ്മന്തി ചൂടാക്കാറുണ്ട്, ചില ദിവസം ചൂടാക്കില്ല. ഇന്ന് ഞാൻ ചൂടാക്കിയാട്ടോ ഉണ്ടാക്കുന്നത്. അച്ഛാ ഇന്ന് ഉച്ച വരെ ഇരിക്കുമ്പോൾ ചീത്തയായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിലൊന്നും ഞാൻ ഒത്തിരി ഭക്ഷണമൊന്നും വെച്ചിട്ട് ഉപയോഗിക്കാറില്ല. അപൂർവമായിട്ടേ ഉള്ളൂ, വല്ല ദോശമാവോ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഒത്തിരി ഭക്ഷണമൊന്നും ഞാൻ ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കാറില്ല. എനിക്കിഷ്ടമല്ല ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുന്നത്. അപ്പം ഞാൻ ചമ്മന്തി അരയ്ക്കാനുള്ള പ്ലാനിലാണ്.
ഒരു ചമ്മന്തി പച്ചയോട് കൂടി കഴിക്കുന്ന എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലേ? പച്ച ചൂടാക്കാതെ അതിലേക്ക് വറവൽ ഇട്ടുണ്ടാക്കുന്നത് നല്ലതല്ലേ? അതായത് കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ കൂടെ വറുത്ത് കടുക് പൊട്ടിച്ചിട്ടില്ലേ, അത് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് എനിക്കിഷ്ടം. പക്ഷേ ഇന്നിപ്പം കുറച്ച് സമയം ഇരിക്കണോണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കണുണ്ട് കേട്ടോ. എന്നോർത്തുകൊണ്ട് തിളപ്പിക്കില്ല, ചെറുതായിട്ടൊന്ന് അതിൻ്റെ തണുപ്പങ്ങ് മാറുന്ന ഒരവസ്ഥയിൽ മാത്രം ചൂടാക്കും, അങ്ങനെ ഉപയോഗിക്കുന്നു. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എല്ലാം പണിയെല്ലാം ചെയ്ത് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാത്രങ്ങൾ കൂട്ടി സിങ്കിലിടാറില്ല കേട്ടോ. ഞാൻ അപ്പം അങ്ങ് കഴുകി അങ്ങ് വെക്കും. എനിക്ക് ഒത്തിരി കൂട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര മടിയായി തോന്നും. അതുകൊണ്ട് ഞാൻ എടുക്കണ പാത്രങ്ങൾ അപ്പം കഴുകി അങ്ങ് എടുത്തു വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മുടെ പെട്ടെന്ന് ആ പണിയും തീരും. ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആ പണി അങ്ങ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഒത്തിരി ആയി കഴിയുമ്പം ഭയങ്കര മടുപ്പ് തോന്നും ഇല്ലേ? അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. പണി കൂടിക്കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ചെയ്ത് ഓരോ പണികളും തീർത്ത് പോകും. പിന്നെ ഞാൻ ഒറ്റയടിക്ക് അടുക്കളപ്പണിയും ചെയ്ത് തീർത്ത് പിന്നെ വീടെല്ലാം അടിച്ചു വാരിയിട്ടിട്ട് ഞാൻ ഞാൻ ഇരുന്ന് വിശ്രമിക്കും. കുറച്ച് നേരമൊക്കെ വിശ്രമിക്കും കേട്ടോ. അല്ലാണ്ട് ഞാൻ ഫുൾ ടൈം അടുക്കളയിൽ കിടന്ന് പണിയാനൊന്നും എനിക്കിഷ്ടമില്ല. ഞാനിങ്ങനെ നമ്മുടെ അമ്മമാരുടെ കാര്യമൊക്കെ ഓർക്കും. ചില അമ്മമാരുടെയൊക്കെ സ്വഭാവം എന്തെങ്കിലും പറ്റില്ലാതെ വന്നാൽ പോലും അവർ പറയും അവരുടെ ഭർത്താവിനും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. പനി പിടിച്ച് കിടന്നാൽ നിൽക്കാൻ പറ്റില്ലേലും ചിലർ എണീറ്റ് വന്ന് കിടന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഭർത്താക്കന്മാരാണെങ്കിലും അവർ മിണ്ടുകയില്ല, ഒന്നും ഉണ്ടാക്കണ്ട അവിടെ കിടന്നോളാം റെസ്റ്റ് എടുത്തോളാനൊന്നും പറയില്ല. ഈ അമ്മമാർ പറ്റില്ല എന്നുള്ള കാര്യം മിണ്ടുകയില്ല അല്ലേ? എനിക്ക് അങ്ങനെ അറിയാവുന്ന ഒത്തിരി അമ്മമാരുണ്ട് കേട്ടോ. അവരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ പറ്റില്ല കേട്ടോ. എനിക്ക് പറ്റില്ല, ഞാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അവർ ഒന്നെങ്കിൽ പുറത്തുനിന്ന് മേടിക്കും, അല്ലെങ്കിൽ ചേട്ടന് നന്നായിട്ട് അടുക്കളപ്പണി അറിയാവേ, എല്ലാ സാധനം തന്നെ ഉണ്ടാക്കും. പക്ഷെ ഒരു കുഴപ്പമുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാത്രവും എടുത്ത് വലിച്ചു വാരി എല്ലാം ഇടും. ആ വീട്ടിലുള്ള കബോർഡിനകത്തിരിക്കണ സർവ്വ പാത്രവും കാണും. ഈ ഭിത്തി എന്നാ പറയണേ, ആ കൗണ്ടർ ടോപ്പും മുഴുവൻ പാത്രങ്ങളും, വാഷ് ബേസിനകത്ത് മുഴുവൻ പാത്രങ്ങളായിരിക്കും. കാരണം എന്തിനെടുക്കണമെന്ന് പോലും നമുക്ക് പിടികിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും അടുക്കളപ്പണിക്ക് കയറണ്ട, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം, നമുക്ക് പറ്റില്ലെങ്കിൽ എന്ന് പറയും. അല്ലാണ്ട് ഞാൻ പറ്റില്ലെങ്കിൽ എണീറ്റ് കിടന്നൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റില്ല. ചില സമയം എനിക്ക് വല്ല പനിയോ എന്തെങ്കിലും ക്ഷീണമാണെങ്കിൽ പറ്റില്ല. ഇത് പേരയ്ക്ക കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായ പേരയ്ക്ക. ഒരു വലിയ പേരയ്ക്ക് കുറേ കുഞ്ഞു പേരയ്ക്കകളും, നല്ല ടേസ്റ്റ്, നല്ല മധുരമാണ്. മുഴുവൻ വാവൽ കൊത്തിക്കൊണ്ടു പോകും. അപ്പോൾ ഞാൻ എല്ലാം കൂടെ പറിച്ചുകൊണ്ട് വന്നതാണ്. എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് തിന്നാലോ എന്ന് ഓർത്തോണ്ട്. അതെന്തോരോ കഴിക്കുന്നതല്ലേ, ഒത്തിരി ഉണ്ടായിരുന്നു, കുറേ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശമാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അത് ദോശമാവിൻ്റെ കളറ് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. അത് ഈ തവിട് കളയാതെ അരി കുത്തിയെടുത്തതാണ്. നമ്മുടെ നെല്ല് കൊണ്ടുപോയിട്ട് തവിട് കളയാണ്ട് ഈ കണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയാൽ കുത്തണം കേട്ടോ. അവിടെയാണെങ്കിൽ തവിട് കളയാതെ ഈ റബ്ബർ ബുഷയിൽ കുത്തിത്തരും. അപ്പം ഒട്ടും തവിട് കളയില്ല. അതിൻ്റെ കളറൊരു ബ്രൗൺ കളർ പോലത്തെ കളറാണ് അരിക്ക്. ദോശയൊക്കെ ഉണ്ടാക്കിയാലും ബ്രൗൺ കളറിലിരിക്കുവേ. വെളുത്ത ദോശയല്ല, സാധാരണ പച്ചരിയുടെ ദോശയല്ല, ഒരു ബ്രൗൺ കളറിലുള്ള ദോശയും ഇടിയപ്പോൾ എന്തുണ്ടാക്കിയാലും ആ കളറിലായിരിക്കും. അപ്പം അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കണ്ടനാട് കൊണ്ടുപോയി കുത്തിക്കുന്നത്. ചോറ്റാനിക്കരി അടുത്താണ് കണ്ടനാട് എന്ന് പറയുന്ന ഒരു റബ്ബർ ബുഷ് കൊണ്ടാണ് അവിടെ കുത്തിത്തരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവിടെയാണ് നെല്ല് ഞങ്ങൾ സാധാരണ കൊണ്ട് അവർ പുഴുങ്ങി ഉണങ്ങി കുത്തിത്തരും നമുക്ക്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നീട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുക്കുന്നതാണ്. ഇനി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി കറിയും കൂടെ ഉണ്ടാക്കും. തക്കാളിക്കറി എൻ്റെ മോന് ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ തക്കാളിക്കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത്. ദോശ മാവ് കണ്ടില്ലേ, ഒരു കളർ വ്യത്യാസം തോന്നുന്നില്ലേ? എനിക്ക് ഭയങ്കര ഗുണമാണെന്നല്ലേ പറയണേ ഈ തവിടിനൊക്കെ. തവിടെണ്ണ എന്നൊക്കെ അതിനകത്ത് തവിടെണ്ണയൊക്കെ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിലും നല്ലതാണ്. നമുക്ക് അറിയാം, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത തോന്നും. ഇതിൻ്റെ അരിയുടെ ടേസ്റ്റും സാധാരണ പച്ചരിയുടെ ടേസ്റ്റും രണ്ടും രണ്ടല്ലേ? പച്ചരിക്ക് വേറെ ടേസ്റ്റ്, ഇതിന് നല്ലൊരു ടേസ്റ്റ് അല്ലേ? ഇതിൻ്റെ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കണ്ടത്തിലെ നെല്ല് ഉപയോഗിച്ച് അരി ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഈ വേറെ അരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നമുക്കങ്ങ് ഇഷ്ടപ്പെടില്ല. നമ്മൾ ഇത് തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ഒരു ദോശ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അപ്പോഴത്തേനും പറഞ്ഞു നെയ്റോസ്റ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ 3 നെയ്റോസ്റ്റും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ഫുഡിങ് ആയി.
ഒരു ദോശയെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. എനിക്ക് നെയ് റോസ്റ്റ് മതി എന്ന് മോൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ നെയ് റോസ്റ്റാക്കി. അപ്പോൾ പിന്നെ എളുപ്പമെന്ന് ഒരു 3 നെയ് റോസ്റ്റ് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഒത്തിരി ഒന്നും ഉണ്ടാക്കിയില്ല, ആവശ്യത്തിനേ ഉണ്ടാക്കിയുള്ളൂ. ഈ ഭക്ഷണ സാധനം വേസ്റ്റാക്കി കളയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ. ആവശ്യത്തിന് ഉണ്ടാക്കുക, ബാക്കി നമ്മൾ എടുത്തു വെക്കാൻ പറ്റുമെങ്കിൽ. ഒത്തിരി ദിവസമൊന്നും വെക്കാനില്ല. ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ അരച്ച് വെക്കാറുള്ളൂ. 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ വെക്കാറില്ല കേട്ടോ. 3-ാമത്തെ ദിവസമാകുമ്പോഴത്തേനും ഈ ദോശമാവിനൊക്കെ ആണെങ്കിലും വേറൊരു മണം വരത്തില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു വെക്കാറില്ല. 2 ദിവസത്തേനുള്ളത് മാത്രമേ അരയ്ക്കുള്ളൂ. ഞങ്ങൾ 2 പേർക്കും എന്തോരം വേണം, കുറച്ച് പോരെ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം 3 നെയ് റോസ്റ്റ് ഉണ്ടാക്കിയുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടോ, എങ്ങാണ്ട് 850 ടൺ ഭക്ഷണം ഒരു ദിവസം നമ്മൾ ലോകം മുഴുവൻ പാഴാക്കണമെന്ന് പറയണ കേട്ടെ. നമ്മളൊന്ന് ഓർത്തേക്ക്, നാട് മുഴുവൻ പട്ടിണിയിലും എന്തോരം ജനങ്ങൾ ആ പട്ടിണിയിൽ കിടക്കണേല്ലേ. നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കി കളയാണ്ടിരിക്കണല്ലേ ഏറ്റവും നല്ലത്. അത് ശ്രദ്ധിക്കേണ്ട വീട്ടിലെ സ്ത്രീകൾ തന്നെയാട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡ് ഉണ്ടാക്കുക, വേസ്റ്റാക്കി കളയാണ്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലാ കാര്യവും നമ്മൾ സ്ത്രീകൾ സൂക്ഷിച്ചിട്ടുണ്ട് ഒത്തിരി മിച്ചം പിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേനും ചോറ് തിളച്ചു, അതെടുത്ത് വെച്ചു. തക്കാളി, ഒരു സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞെടുക്കും. കൊത്തിയായി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കും. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് വഴറ്റിയെടുക്കും. അതായത് വെള്ളം ചേർക്കാണ്ട് കേട്ടോ വഴറ്റി കഴിഞ്ഞ ശേഷം അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കും. മുളക് പൊടി ചേർക്കുമ്പോൾ വേണമെങ്കിൽ ഈ ഫിഷ് മസാല ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ വേറൊരു മീൻകറിയുടെ പോലത്തെ ഒരു ടേസ്റ്റ് വരും. അത് നല്ലതാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെ ചേർത്തുണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ചില ദിവസം ഈ മുളക് പൊടി മാത്രമേ ചേർക്കുള്ളൂ. ഒരു പച്ചമുളക്, ഒരു എരിവനുസരിച്ച് പച്ചമുളക് ഒരെണ്ണം കൂടെ ചേർക്കാം കേട്ടോ. പക്ഷേ ഇന്ന് എൻ്റെ ഈ പച്ചമുളക് ഇല്ല, എൻ്റെ ഈ കാന്താരിയുള്ള, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പച്ചമുളകും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ ഇച്ചിരി മുൻപന്തി നിൽക്കണം. ഇതെൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ തക്കാളിക്കറി. ഇതെപ്പോഴും എന്തുണ്ടാക്കി കൊടുത്താലും തക്കാളിക്കറി അവൻ ചോദിക്കും. അപ്പോൾ പിന്നെ സ്ഥിരം തക്കാളിക്ക ഇവിടെയുണ്ട്. അതിന് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത എളുപ്പമുള്ള പണിയാണല്ലോ എന്ന്. ചോറിന് രാവിലെ സ്കൂളിൽ കൊടുത്തു വിട്ടാലും ഇത് മതി അവന്. തക്കാളിക്കറിയും മുട്ടയും ഉണ്ടെങ്കിൽ ഓക്കെ, ആളെ സന്തോഷവാനായി. അപ്പോൾ പിന്നെ ഞാൻ അത് അടപ്പത്ത് വെച്ചേക്കാമെന്ന് ഓർത്തു. പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് ഒന്ന് വീടും കൂടെ അടിച്ചിട്ടിട്ടുണ്ട്, എൻ്റെ പരിപാടി തീരും. അപ്പോൾ ദോശയായി, ചമ്മന്തിയായി, തക്കാളിക്കറിയായി. അത്രയേ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാൻ ചായ കുടിച്ചല്ലോ, അവന് ചായയൊന്നും വേണ്ട. അത്രയൊക്കെ പരിപാടികളേ ഉള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് അടിച്ചു വാരി തുടച്ചിടുക എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ വലിയ വീടുകളെ കണ്ണു വെക്കണമല്ല കേട്ടോ, കുശുമ്പ് കൊണ്ടും പറയണമല്ല. ഈ വലിയ വീടുള്ളപ്പോൾ നമുക്കത് വൃത്തിയാക്കാൻ പാടായിരിക്കില്ല. അവരാരെങ്കിലുമൊക്കെ വെക്കുമായിരിക്കും വലിയ വീട്ടുകാർ. ഇത് 1400 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്, 450 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് തന്നെ എനിക്ക് ചില സമയം ഇങ്ങനെ അടിച്ചു വാരി തുടച്ചൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പം ഞാൻ ഓർക്കും ഒത്തിരി 2500, 3000 ഒക്കെ സ്ക്വയർ ഫീറ്റുള്ള വീടുകളൊക്കെ അടിച്ചു വാരി തുടച്ചിരുന്ന ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലോർക്കും. ഇല്ലേ, 2 നില വീടും ഒക്കെ. ഇത് 1 നിലയാണ്. ഇത് 8 വർഷം കഴിഞ്ഞു കേട്ടോ ഈ വീട് പണിതിട്ട്. 8 വർഷം കഴിഞ്ഞു. അങ്ങനെ എൻ്റെ തക്കാളിക്കറി റെഡിയായി തുടങ്ങി. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയും കൂടെ വാർത്തിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂച്ച ഉള്ളതുകൊണ്ട് അവർക്ക് ചോറ് കൊടുക്കണം. പൂച്ചയ്ക്കും പട്ടിയുണ്ട് കേട്ടോ, എനിക്ക് ബ്രൂണോ എന്ന് പറയുന്ന ഒരു പട്ടിയുണ്ട്, അവനും ചോറ് കൊടുക്കണം. അപ്പം അതങ്ങ് വാർത്ത് അവർക്ക് ഭക്ഷണവും കൊടുത്തിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിൻ്റെ പരിപാടിയാണ്. എൻ്റെ ബ്രൂണോനെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാവേ. അവനെ അങ്ങനെ അഴിച്ചു വിടാറില്ല, കാരണം അവന് ഇച്ചിരി ആക്രമണ സ്വഭാവമുണ്ട്. അവന് വേറെ ആരും ഇഷ്ടമല്ല, അവൻ എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇവിടെ ഉള്ളവരെ പോലും ഇഷ്ടമല്ല. ചേട്ടനെ ഇഷ്ടമല്ല, നന്ദനെ ഇഷ്ടമല്ല, രാമു എന്നാണ് എൻ്റെ മൂത്ത മോൻ്റെ പേര്. അവനെ ഇഷ്ടമല്ല, ആരും ഇഷ്ടമല്ല, പുറത്തുനിന്ന് ആരും ഇഷ്ടമല്ല. അതുകൊണ്ട് അവനെ അങ്ങനെ അഴിച്ചു വിടാറില്ല. അവനെ ഞാൻ മാത്രം കൊണ്ടു നടക്കും, എൻ്റെ കൂടെ മാത്രം അവൻ മര്യാദയ്ക്ക് നടക്കും, അത്രയേ ഉള്ളൂ. അവന് ഭയങ്കര സ്നേഹമാണ് താനും, പക്ഷേ ഇവരെല്ലാം ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഞാൻ പണ്ട് റോഡിൽ കൂടെയൊക്കെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവനെ. ഞാനും അവനും കൂടെ റോഡിൽ കൂടെ നടക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഈ പള്ളിയിൽ പോകാൻ ആൾക്കാർ വരുവേ. അപ്പോൾ ഇവൻ എന്നെ കാണിക്കുമെന്ന് അറിയാമോ, ആൾക്കാർ ദൂരേന്ന് കാണുമ്പോഴത്തേനും മുരങ്ങാൻ തുടങ്ങും, ഭയങ്കര ഒച്ചയ്ക്ക് കിടന്ന്. ആൾക്കാർ പറഞ്ഞാൽ പതുങ്ങി അവിടെ നിൽക്കുമ്പോഴത്തേനും പൊന്നെ ഇവൻ എന്നെയും വലിച്ചോണ്ട് ഒറ്റ ഓട്ടം. ഒരു ദിവസം അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. അതോടുകൂടി ഞാൻ ആ റോഡിൽ കൂടെ ഒരു ചേച്ചി വരുമായിരുന്നു. ആ ചേച്ചിയുടെ കയ്യിലൊരു ഷിമ്മിക്കൂടി ഇരിപ്പുണ്ട്. അത്തേ ചാടി ഒരൊറ്റ കടി. അതുകൊണ്ട് ആ ചേച്ചി രക്ഷപ്പെട്ടു. പിന്നെ അന്ന് ഞാൻ വീണിട്ട് എൻ്റെ മുട്ടയിലെ തോലൊക്കെ പോയതാണ്. അതോടുകൂടി ഞാൻ ആ റോഡിൽ കൂടെ പോക്ക് നിർത്തി. ഇപ്പം ഞാൻ നമ്മുടെ പറമ്പിക്കൂടെ നടക്കുകയുള്ളൂ. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മുടെ പറമ്പിക്കൂടെ ആകുമ്പോൾ അവൻ കുഴപ്പമില്ലാണ്ട് നടന്നോളൂ എൻ്റെ കൂടെ.
പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പാടാം. ആരെങ്കിലും വരുവാണേലും നമുക്ക് പേടിയാവും. അവൻ്റെ മുരങ്ങിലും ദേഷ്യപ്പെടലും ഒക്കെ കണ്ട. കാര്യം പറഞ്ഞ് ഇച്ചിരിയേ ഉള്ളൂ, കുഞ്ഞി പട്ടിയാണ്, പക്ഷേ സ്വഭാവം മഹാപെശകാന്ന് മാത്രം. പിന്നെ നാട്ടിലുള്ള സർവ്വ കൊട്ടേഷനും അവനെ ഏറ്റുപിടിക്കും. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചേക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ദോശ തിന്നുവാട്ടോ. ഒരു ദോശ ഞാൻ ഉണ്ടാക്കിയുള്ളൂ, അത് ഞാൻ തിന്നുന്നതാണ്. ചമ്മന്തിയും തക്കാളിക്കറിയും കൂട്ടി ഞാൻ സ്വന്തം അഭിപ്രായവും പറഞ്ഞുകൊണ്ടിരുന്നു. അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ സ്വന്തം പുകഴ്ത്തി പറയുന്ന ഒരു പെണ്ണും പിള്ളേനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? ആസ്വദിച്ചിരുന്ന് അങ്ങ് ദോശയൊക്കെ അടിച്ചു വിട്ടു. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.